ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാല് അത് തന്നെ ഒരു വെന്റിലേറ്ററിലാണ്. ആരോഗ്യ മേഖല തന്നെ വെന്റിലേറ്ററിലാണ്. ആ അവസ്ഥയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖല തന്നെ വെന്റിലേറ്ററിലാണ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തെ കാത്ത് ലാബ് പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസ് പുറത്തേക്ക് വിട്ട കഥകളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വകുപ്പിൽ മാത്രമല്ല, ഒട്ടുമിക്ക വകുപ്പുകളിലും സർജറിക്കൊക്കെ വേണ്ട യാതൊരു ഉപകരണങ്ങളും ലഭ്യമല്ല, മരുന്നുകൾ ലഭ്യമല്ല. എന്തിന്, കയ്യുറ പോലും രോഗി വാങ്ങിച്ചു കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അത് മാത്രവുമല്ല, നമ്മൾ കണ്ടതാണ് ഒരു രാത്രി മുഴുവനും ഇരുട്ടിൽ തപ്പിയ SIT, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും നവജാത ശിശുക്കളെ പോലും, അതായത് അവളുടെ പൊക്കിൾക്കുടി മുറിക്കൽ പോലും ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അവനവന്റെ കയ്യിലിരിക്കുന്ന ടെലിഫോണിന്റെ വെളിച്ചത്തിൽ ചെയ്യേണ്ടി വന്ന അവസ്ഥ SITയിൽ സംജാതമായി. ആദ്യം എല്ലാവരും അന്തം വിട്ടു, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോഴാണ് അവസാനമാണ് അറിയുന്നത് പ്രോപ്പർ മെയിൻ്റനൻസ് നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് കറണ്ട് സിസ്റ്റം ഫെയിലായി പോയതും ഒരു രാത്രി മുഴുവനും അവിടെ വെളിച്ചമില്ലാതെ നരകിക്കേണ്ടി വന്നതും എന്ന്. അതുപോലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്, ഒരു രോഗി മരിച്ചത്. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നു. ഒക്കെ പോകട്ടെ, നമുക്കറിയാമല്ലോ കാരുണ്യ ബെനവലൻസ് സ്കീം 2012 KM മാണി ധനമന്ത്രിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത് തന്നെ ബിജു പ്രഭാകർ എന്ന ലോട്ടറീസ് ഡയറക്ടറാണ്. അത് വളരെ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ചെലവേറിയതുമായ 5 രോഗങ്ങൾക്ക്, അതായത് ഹൃദയ സംബന്ധമായത്, കിഡ്നി സംബന്ധമായത്, ലിവർ സംബന്ധമായത്, ക്യാൻസർ, അങ്ങനെയുള്ള 5 മാരക രോഗങ്ങൾ വലിയ തോതിൽ ചെലവ് വരുന്നത്. ആ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കാരുണ്യ ലോട്ടറി തുടങ്ങിയത്. അത് വൻ വിജയമായി മുന്നോട്ട് പോയി. LDF ഗവൺമെന്റ് അത് ടേക്കപ്പ് ചെയ്തു. അതിന്റെ പേരിൽ അല്പം മാറ്റം വരുത്തിയത് മാത്രം. പക്ഷേ ഇപ്പോൾ അതും ഏകദേശം നിന്ന മട്ടിലാണ്. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റൽസോ മെഡിക്കൽ കോളേജുകളോ അത് ഏറ്റെടുക്കാൻ തയ്യാറില്ല. കാരണം അവരുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് ഫണ്ട് മുടക്കിയാൽ അത് ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നില്ല. അത്രയ്ക്കും ഖജനാവ് കാലിയാകുന്ന ഒരവസ്ഥയിലേക്ക് ഗവൺമെന്റ് അതായത് കടത്തിൽ മുങ്ങിത്താണു എന്ന് മാത്രമല്ല, ഖജനാവ് പൂർണ്ണമായിട്ടും കാലിയാകുന്ന സമയമാണ് പല വേളകളിലും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ മേഖലയുടെ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം. നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന ഫണ്ട് എത്രയാണ്? ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കഴിഞ്ഞ 2025-26 ബജറ്റ് നമുക്ക് നോക്കാം. 25-26 ബജറ്റില് നമ്മുടെ GSDPയുടെ, അതായത് ആഭ്യന്തര മൊത്തം വരുമാനത്തിന്റെ 0.74% ആണ്. ഇതാ എൻ്റെ കയ്യിൽ ബജറ്റ് ഇരിക്കുന്നു. ഞാൻ വെറുതെ ഒരു കണക്ക് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയല്ല. നമ്മുടെ ഈ പ്രാവശ്യത്തെ GSDP എന്ന് പറയുന്നത് ഇതാ കിടക്കുന്നു. GSDP 14,27,127 കോടി ആണ് നമ്മുടെ GSDP. നമ്മുടെ GSDPയുടെ 0.74%. ഇത് നമ്മുടെ GSDP ആണ് ഞാനീ പറഞ്ഞത്, അതായത് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം. ആ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 0.74% അതുകൂടി ഞാൻ അക്കത്തിൽ പറയാം. അതായത് 10,580.23 കോടി ആണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് ഇത് GSDPയുടെ 0.74%. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദേശീയ ആരോഗ്യ നയം 2017 കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്? ഇപ്പോൾ ഭരിക്കുന്ന BJP ഗവൺമെന്റ് 2017 കൊണ്ടുവന്ന ദേശീയ ആരോഗ്യ നയം. അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? കേന്ദ്ര ഗവൺമെന്റ് GDPയുടെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ GSDPയുടെ 8% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. 8% മാറ്റിവെക്കേണ്ട സ്ഥാനത്താണ് 0.74% മാറ്റിവെച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മുടെ ആരോഗ്യ മേഖല നന്നായി വരുമെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. എന്നിട്ടാണ് ഇവിടെ പുരപ്പുറത്തു നിന്ന് ഇവരെല്ലാം കുരയ്ക്കുന്നത്. എന്ത് പറഞ്ഞാണ് കുരയ്ക്കുന്നത്? ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ് കേരളം. അങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ
യൂറോപ്പിനോടും അമേരിക്കയോടും കടപിടിക്കുന്ന തരത്തിൽ വളർച്ച പ്രാപിച്ചിരിക്കുന്നു എന്ന്. ഒരു പരിധി വരെ ശരിയാണ്. എന്തുകൊണ്ട് ശരിയാണ്? ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ തോതിൽ സ്വകാര്യ മുതൽ മുടക്കുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ സ്വകാര്യ മുതൽ മുടക്ക് ഇല്ലായിരുന്നുവെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളം മോശമാകുമായിരുന്നു. കാരണം ഇപ്പൊ ഇതേ ബജറ്റ് ഇൻ ബ്രീഫിൽ തന്നെയുണ്ട് ഇന്ത്യയിലെ ആകെ ശരാശരി ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, ശരാശരി വിദ്യാഭ്യാസ ചെലവ് അതൊക്കെ പറയുന്നത് ശരാശരി ഇന്ത്യയുടെ ചെലവിനേക്കാൾ കുറവാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ചെലവെന്നാണ്. എന്നിട്ടും എങ്ങനെ നമ്മൾ മുന്നിൽ നിൽക്കുന്നു? നമ്മൾ മുന്നിൽ നിൽക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. എയ്ഡഡ് സെക്ടർ വിദ്യാഭ്യാസ മേഖലയിൽ, ഹെൽത്ത് മേഖലയിൽ എയ്ഡഡ് സെക്ടർ ഇല്ല, പക്ഷെ ഹെൽത്ത് മേഖലയിലും ധാരാളം പ്രൈം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഗൾഫ് പണത്തിന്റെ വരവ് മൂലം സേവന മേഖല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ പെട്ടെന്ന് കേരളത്തിൽ ഇംപ്രൂവ് ചെയ്തു. അങ്ങനെ ഇംപ്രൂവ് ചെയ്തപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായാൽ അവർക്ക് ലാഭം കൊയ്യാം എന്നതുകൊണ്ടാണ് സ്വകാര്യ മേഖല അതിലേക്ക് കടന്നു വന്നത്. അപ്പൊ അങ്ങനെ അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ വളരെ മോശമായ പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നത് നാം കാണേണ്ടി വരുമായിരുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും ആകെ പൊതുവെയും കേരള ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റിന്റെ പെർഫോമൻസ് ഇത്ര മോശമായത്? ഇത്ര മോശമായതിന്റെ പുറകിലുള്ള കാരണങ്ങൾ നിരവധിയാണ്. ഉദാഹരണത്തിന് ഭരണപരിഷ്കാര കമ്മീഷൻ, ഒരു സെന്തിൽ കമ്മിറ്റി എന്നൊരു ഭരണപരിഷ്കാര കമ്മീഷൻ കൊണ്ടുവന്നു. അത് 2023 കൊണ്ടുവന്നു. ആ കമ്മീഷനെ കൊണ്ടുവരുന്നതിന്റെ പുറകിൽ തന്നെ ചില കാരണങ്ങളുണ്ട് എന്നാണ് എന്നെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നത്. എന്താണ് ആ കാരണങ്ങൾ? അതായത് ധനവകുപ്പിന്റെ അധികാരങ്ങൾ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിലേക്ക് കൈമാറണം. അതായത് ബജറ്റിൽ പറയുന്നതോ എന്തോ ആകട്ടെ, ഖജനാവിലേക്ക് എത്തുന്ന ഏത് ഫണ്ടും ഏത് പണവും മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരം ആഗ്രഹിക്കുന്ന തരത്തിൽ ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ, അതായത് പൊതു ഭരണ വകുപ്പിന്റെ കീഴിലേക്ക് അധികാരങ്ങൾ മുഴുവനും കേന്ദ്രീകരിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പരിധിക്ക് പുറത്ത് അല്ല, പരിധിക്കകത്ത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിയന്ത്രണം മുഴുവനും. നമുക്കറിയാം, പോലീസുകാരെ എല്ലാം അച്ചടക്കമുള്ളവരാക്കി. ഏതച്ചടക്കം? പോലീസ് അച്ചടക്കമല്ല, മുഖ്യമന്ത്രിയുടെ അച്ചടക്കക്കാരാക്കി മാറ്റി. അതിന്റെയൊക്കെ പരിണത ഫലങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ CAG റിപ്പോർട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ 2023 പുറത്തിറക്കിയ CAG റിപ്പോർട്ട് നമ്പർ 1 എടുത്തു നോക്കുക. അതിനകത്ത് വകമാറ്റി ചെലവഴിക്കൽ, ഓഡിറ്റിംഗ് ഇല്ലായ്മ, ഇതൊക്കെ ധാരാളമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതുപോലെ കുടിശ്ശിക പിരിച്ചെടുക്കാതെ അരിയറാക്കുക, ഇതൊക്കെ കാര്യക്ഷമതയില്ലായ്മ. വകമാറ്റലും ധൂർത്തും ഒക്കെ അഹങ്കാരം കൊണ്ട് നടക്കുന്നത്. മറ്റേ കാര്യക്ഷമതയില്ലായ്മ ഒരു വശത്ത്, അഹങ്കാരം വേറൊരു വശത്ത്. അതുപോലെ വകമാറ്റുന്നത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താതിരിക്കുക. ഇന്റേണൽ ഓഡിറ്റിങ്ങിന് ഇന്റേണൽ ഓഡിറ്റേഴ്സ് തയ്യാറായി ചെല്ലുമ്പോൾ അത് അവരെ നിരുത്സാഹപ്പെടുത്തി അവരെ വിരട്ടി ഓടിക്കുക. അങ്ങനെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കാതെ വരിക. ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കാതെ വന്നാല് ഫണ്ട് തിരിമറി നടത്തിയതോ വകമാറ്റിയതോ ഒന്നും ആരും പുറത്തറിയില്ല. ഇത്തരം കഥകളുടെ ഒരു വലിയ ചുരുളഴിക്കുകയാണ് ആ CAG റിപ്പോർട്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്നിട്ട് എന്താണ് ചെയ്തത്? ആദ്യത്തെ 2016 മുതൽ 2021 വരെ ഭരിച്ച LDF ഗവൺമെന്റില് ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മാന്യൻ, എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനനുസരിച്ച് മുട്ടുമടക്കുന്നവനായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഊഴം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ എടുത്ത് പുറത്തു കളഞ്ഞത്. അദ്ദേഹത്തെ പോലെ തന്നെ ശക്തരായിരുന്ന മന്ത്രിമാരെ ഒക്കെ പുറത്തു കളഞ്ഞു. അവരെ ആരെയും കൂട്ടിയില്ല. ഇപ്പം മിണ്ടാപ്രാണികളായ ഏതാനും പേര്, അഥവാ മിണ്ടിയാൽ മണ്ടത്തരം മാത്രം മിണ്ടുന്നവർ, അത്തരക്കാരെ മന്ത്രിമാരാക്കി വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരെ പുറത്തു കളയുകയും ചെയ്തു. അപ്പം ഈ ധനവകുപ്പിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ധനവകുപ്പിൽ എന്താ സംഭവിച്ചത്? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ഓഫറുകൾ ബജറ്റുകളിൽ വന്നു. പക്ഷെ ആ ഓഫറുകൾ ഒന്നും നടപ്പാക്കിയില്ല. ഉദാഹരണത്തിന് ഒറ്റ ഉദാഹരണം ഞാൻ ഇപ്പൊ തന്നെ ചൂണ്ടിക്കാണിക്കാം. അതായത് 2016-17 ബജറ്റിൽ തന്നെ ഡോക്ടർ ഐസക് പറഞ്ഞു, കേരളത്തെ വ്യവസായ സൗഹൃദമാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ കൊച്ചി
കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ പീരീഡിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആ വ്യവസായ ഇടനാഴിക്ക് അംഗീകാരം കൊടുത്തു, ഭൂമി ഏറ്റെടുക്കലൊക്കെ നടത്തി. പക്ഷെ ഇപ്പോഴും വ്യവസായ ഇടനാഴി എങ്ങും എത്തിയിട്ടില്ല. വ്യവസായ ഇടനാഴി വന്നാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആ ഉള്ളത്? നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റുകൾ കുറയും. അതുപോലെ തന്നെ മറ്റെല്ലാ വ്യവസായ വികസനത്തിന് ആവശ്യമായ ഒരുപാട് സൗകര്യങ്ങളാണ് അതിന്റെ വ്യവസായ ഇടനാഴിയുടെ ഇരുപുറങ്ങളിലുമായിട്ട് ഉടലെടുക്കുക. അതുകൊണ്ട് തന്നെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറുകയും ധാരാളം വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വരികയും ചെയ്തേനെ. പക്ഷെ അതിനുള്ള സാധ്യത ഉണ്ടായില്ല. അപ്പം അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഈ ഒന്നാമത്തെ ബജറ്റിൽ തൊട്ട് ഈ 2021 വരെയുള്ള ബജറ്റുകളിൽ പറഞ്ഞതൊന്നും നടപ്പായില്ല. അത് പോകട്ടെ. രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നു, വകുപ്പിന്റെ കടിഞ്ഞാൺ എന്റെ കയ്യിൽ തന്നെ വരണം, ഞാൻ വിചാരിക്കുന്ന കണക്ക് തന്നെ പണം ചെലവഴിക്കപ്പെടണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സെന്തിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ സെന്തിൽ കമ്മിറ്റി റിപ്പോർട്ടില് സെന്തിൽ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് ഈ ഫിനാൻസസിനെ പറ്റി ഒരു റൂൾസ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അതനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റുകളാണെങ്കിലും ഫിനാൻസ് വകുപ്പിന് റൂൾ 10, എന്താണ് ഈ റൂൾ 10 പറയുന്നത്? ഫിനാൻസ് വകുപ്പിന്റെ അനുമതിയില്ലാതെ ഒരു വകുപ്പിലും ഏതെങ്കിലും പദ്ധതികൾക്ക് ഫണ്ട് അലൊക്കേറ്റ് ചെയ്തുകൂടാ. അപ്പൊ ഏത് വകുപ്പിൽ, എന്താ പറയുക, ഭരണവകുപ്പാണെങ്കിൽ ഫണ്ട് അലൊക്കേഷൻ ഫിനാൻസ് വകുപ്പിന്റെ ഒരു പ്രറോഗേറ്റീവ് ആണ്. അവരുടെ നിശ്ചയപ്രകാരമേ ചെയ്യാൻ പറ്റൂ. കാരണം ആകെ ഫിനാൻസിന്റെ വരവ് പോക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന വകുപ്പാണ്. ആ വകുപ്പിലൂടെ മാത്രമേ ഈ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. സെന്തിൽ കമ്മിറ്റിയിൽ തന്നെ പൊതുഭരണ വകുപ്പിലെ ചില മാന്യന്മാരുണ്ടായിരുന്നു. ആ മാന്യന്മാരുടെ ഒക്കെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം, അതിനും പുറകിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം കാണും, ഈ നിയമം എടുത്തു മാറ്റാൻ. ഫിനാൻസ് വകുപ്പിൽ നിന്ന് ഫിനാൻസ് വകുപ്പിന്റെ ഈ അവകാശം, ഓരോ വകുപ്പിനും കൊടുക്കേണ്ട ഫണ്ട് എത്ര എന്ന് തീരുമാനിക്കാനും ഒക്കെയുള്ള അവർക്ക് അവസാനത്തെ സാങ്ഷൻ കൊടുക്കേണ്ടത് ഫിനാൻസ് വകുപ്പാണ്, ധനവകുപ്പാണ് എന്നത് എടുത്തു കളയുക. എന്നിട്ട് അത് പൊതുഭരണ വകുപ്പിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഓരോ വകുപ്പിനും തീരുമാനിക്കാം ഏത് ഫണ്ട് എത്ര ചെലവഴിക്കണമെന്ന്. അവരുടെ തന്നെ ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ട്, അതത് വകുപ്പുകൾക്ക് ഉള്ള ഫിനാൻസ് ഓഫീസർ അതിന് സാങ്ഷൻ കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് ആ കമ്മിറ്റി എത്തിച്ചേർന്നത്. പക്ഷെ ആ കമ്മിറ്റി പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ? അതിനെതിരെ വളരെ ശക്തമായ പ്രതിരോധം സമൂഹത്തിൽ നിന്ന്, എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി, ഇതിന്റെ അപകടങ്ങളെപ്പറ്റി അറിയാവുന്നവരിൽ നിന്ന് ഉയർന്നിരുന്നു. അപ്പൊ ഇപ്പോൾ അതനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്, അതോ അതിൽ നിന്ന് അല്പമെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നറിഞ്ഞൂടെ. എന്തായാലും അതിനുശേഷം 2023 വന്ന CAG റിപ്പോർട്ടില് ഈ വകമാറ്റലിനെ പറ്റി വളരെ വ്യാപ്തമായ തോതില് ഓരോ വകുപ്പിലെയും ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത്, ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോൾ അനുവദിക്കാതിരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അവൻ ഓരോ വകുപ്പിനെ പറ്റിയും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരു ഗവൺമെന്റിനെ എന്താവശ്യത്തിന് വേണ്ടി നാം ഇലക്ട് ചെയ്ത് ഭരണത്തിലേക്ക് എത്തിച്ചോ ആ ആവശ്യങ്ങളൊക്കെ മറന്ന് സ്വന്തം എക്സിസ്റ്റൻസിന് വേണ്ടിയും ആവർത്തിച്ചുള്ള വരവിന് വേണ്ടിയും ഒക്കെ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് ആ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന സ്ഥിതിയാണ് നാം കാണുന്നത്.